മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു വീഡിയോ കഴിഞ്ഞ് 2 വീഡിയോ കഴിഞ്ഞ് മൂന്നാമത്തേക്ക് എൻ്റെ വീഡിയോ കാണാൻ ആഗ്രഹം കണ്ടോളി. നിങ്ങൾ കാണണ്ട. ഞാൻ എൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടെങ്കിലും ഞാൻ വിളിച്ച് പറയും. ഒരു ഉറുപ്പ്യ കിട്ടിയാലും പറയും, പോയാലും പറയും. ഒരാളെ മനുഷ്യനെ അപകടത്തിൽ കൊണ്ട് ഇപ്പോൾ പെടുത്താൻ ഞാൻ നിൽക്കൂല. ചതിക്കപ്പെടുത്തില്ല. ഒരാളെ ചതിക്കാൻ പാടില്ല. നമ്മളൊരു ബിസിനസ് ചെയ്തിട്ട് അതിൽ പൊളിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തോട് വിളിച്ച് പറഞ്ഞ് മറ്റുള്ളവരും അതിൽ പോയി പെടരുത്. മനുഷ്യന്മാർ ഇന്നത്തെ കാലത്ത് ചതിക്കുകയാണ്. ആരും നമ്മളെ നേരാക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ വന്നതല്ല. കാരണം എങ്ങനെയാണോ മറ്റവനെ കൊല്ലാൻ പറ്റുക, എങ്ങനെയാണ് മറ്റവനെ ചതിക്കപ്പെടുക, മറ്റവനെ എങ്ങനെയെങ്കിലും ഓൻ്റെ വല്ലതും വാങ്ങി തിന്നാൻ പറ്റുമെന്ന് നടക്കണ ഭൂമി കാലാണെന്ന്. ഈ ഭൂമിയിലൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചോടിട്ടാ പൊന്നാര മക്കളെ. നിങ്ങളൊക്കെ ഈ ഭൂമി എന്താണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ കണ്ണ് കാണാത്തൊരു കണ്ണൊട്ടന്മാരെ മാതിരി നടക്കിങ്ങൾ. കണ്ണുള്ളവന് കണ്ണ് അടച്ചിട്ട് കുറച്ച് നേരം നടക്കിങ്ങൾ. എന്താണ് ഈ ഭൂമിയിൽ എന്താണെന്നുള്ളത്, ഈ ഭൂമിൻ്റെ മുകളൊക്കെ കാല് പതിഞ്ഞ് വെക്കുമ്പോൾ അതിൻ്റെയൊക്കെ വേദന എന്താണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ, ഭൂമിയുടെ വേദനയും മനുഷ്യൻ്റെ വേദന എന്താണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് കുറച്ച് നേരം നടന്നോക്കാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, ഒരു സ്റ്റെപ്പ് ഇങ്ങനെ വെക്കുമ്പോണ്ടല്ലേ ഈ ഭൂമിയിൽ അതിൻ്റെയൊക്കെ വേദന എന്താണെന്നുള്ളത് ചരിത്രം എഴുതി കുറിക്കുങ്ങൾ. ഈ കണ്ണ് തന്ന കാരണം ലോകത്ത് എന്തും ചെയ്യാമെന്നുള്ളൊരു തോന്നലുണ്ട് മനുഷ്യന്മാർക്ക്. പടച്ചോനെ വിചാരിച്ചിട്ട് നമ്മളെ ചെയ്യാൻ നിൽക്കരുതിട്ടാ. കാരണം ഞാനിതൊക്കെ പറഞ്ഞെന്താ അറിയാം, ജീവിതം എന്താണെന്നുള്ളത് പഠിച്ച കാരണം കൊണ്ടാണ് ഞാൻ ഈ ലോകത്തോടൊക്കെ ഓരോന്ന് വിളിച്ചത്. ഞാൻ സ്കൂളിലും മദ്രസയിലും പരിശുദ്ധ ഖുർആനൊന്നും ഞാൻ എടുത്ത് ഞാൻ ഓതാൻ പോയല്ല. എൻ്റെ പിതാവ്, എൻ്റെ ഉപ്പ ചെറുപ്പം മുതൽ ബോംബെ കൊടുന്ന് എന്നെ ഇട്ട് ഖുർആൻ എന്താണെന്നുള്ളത് പോലും ഞാൻ പോയിട്ട് പള്ളിക്ക് പോയാലും മുന്നിൽ പോയിട്ടൊന്നും അങ്ങനെ ഇരിക്കലില്ല. ഏറ്റവും ബാക്കിൽ പോയിരിക്കുക. കാരണം മുന്നിലൊക്കെ നല്ല നല്ല മനുഷ്യന്മാരിരിക്കണതാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണ അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കണ മനുഷ്യന്മാരെ മുന്നിൽ പോയിട്ടൊന്നും എനിക്ക് പോയി ഇരിക്കാനുള്ള അധികാരമില്ല. ഏറ്റവും ബാക്കിൽ പോയിട്ട് ആരും അറിയാതെ ഒരു മൂലൊക്കെ പോയി ഇരുന്നിട്ട് ആ ജുമയുടെ സമയത്തും കുത്തുബയുടെ സമയത്തും ഒക്കെ ഞാൻ അവിടെ ഇരുന്നിട്ട് ആരും ദ്രോഹിക്കാതെ ഒരു മൂലൊക്കെ പോയി നിൽക്കും. കാരണം നമുക്കറിയണില്ല പരിശുദ്ധ ഖുർആനിലെ ചരിത്രം, അല്ലാഹുവിൻ്റെ റസൂല് എന്താണ് ചരിത്രം എഴുതി കുറിച്ചിക്കണമെന്ന് പോലും എനിക്കറിയുന്നില്ല. ലോകത്തുള്ള ജനങ്ങളിൽ നിന്ന് അറിവ് കേട്ട് ഞാൻ അതിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. ഇതുവരേക്കും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അള്ളാഹിനെ ഭയം കൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്യാത്ത. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രം എടുത്തു നോക്കുകയാണ്. കേട്ട കേൾവിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇതുവരേക്കും എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ഒരു രൂപ പോലും ഞാൻ തിന്നിട്ടില്ല. ഈ രക്തത്തിൽ എൻ്റെ ഒരു മനുഷ്യൻ്റെ ഒരു രൂപ പോലുമില്ല. ആരാൻ്റെ പണത്തെ ഞാൻ മോഹിക്കലില്ല. കാരണം എൻ്റെ ജീവിതം, എൻ്റെ അധ്വാനം, എൻ്റെ വയർപ്പിൽ നിന്ന് ഇറ്റ് വീഴുന്ന പൈസയിൽ നിന്ന് ആരെങ്കിലും ഒരു പ്രയാസപ്പെട്ട് കടന്നു വന്നാൽ ആ മനുഷ്യനെ ഞാൻ ഇതുവരേക്കും മടക്കി വിട്ടിട്ടില്ല. എൻ്റെ ഒരുപാട് മാനസികമായ വിഷമമുണ്ട്. ആരോട് ഞാൻ പറഞ്ഞു നടക്കലില്ല. എത്ര പ്രയാസപ്പെട്ടാലും അതിനും വലിയ പ്രയാസപ്പെട്ട് കടന്നു വരുന്ന മനുഷ്യൻ്റെ മുന്നിൽ ഒരു അഭയം തേടിയാൽ ആ മനുഷ്യനെ ഞാൻ ഇതുവരേക്കും ജീവിതത്തിൽ കയ്യോടെ ഞാൻ വിട്ടിട്ടില്ല. എല്ലാവരും ഞാൻ 18-20 കൊല്ലത്തോളമായി ബോംബെയിൽ ജീവിതത്തിൽ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടില്ല. യാത്ര ചെയ്യാൻ പണമില്ലാഞ്ഞിട്ടല്ല, പണത്തിൻ്റെ മീത അഹങ്കാരം കാട്ടാത്തവനാണ്. കാരണം എന്താണ്, ഒരു ജീവിതകാലം കടന്നു വരും. എൻ്റെ ഉമ്മ ഹോസ്പിറ്റൽ, എൻ്റെ ഉമ്മ സീരിയസായി കിടക്കും, എൻ്റെ വാപ്പ സീരിയസായി കിടക്കും, എൻ്റെ ഉപ്പ സീരിയസായി കിടക്കും, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ. ആ സമയത്തെല്ലാവരും ഫോൺ വിളിച്ച് പറയും എത്രയും പെട്ടെന്ന് എത്തണം എന്ന്. ഭാര്യയുടെ കുടുംബത്തിലൊരു അപകടം വരും, എൻ്റെ കുടുംബത്തിലൊരു അപകടം വരും. ആ സമയത്താണ് നമ്മൾ ലോകത്തിൻ്റെ ഭൂമിയുടെ ആകാശത്തിൻ്റെ ചിറകടിച്ച് പറക്കുന്ന വിമാനത്തിൽ യാത്ര ചെയ്താൽ കുഴപ്പമില്ല. കല്ലാതെ നിങ്ങൾ വെറും പണം വെറുതെ കൊണ്ട് അനാവശ്യമായി ചിലവാക്കരുത്. അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ ചരിത്രം എഴുതി കുറിക്കേണ്ടി വരും. നിങ്ങൾ ഓരോ വെള്ളിയാഴ്ച ദിവസം കേൾക്കുന്ന ചരിത്രമാണ്. വെള്ളിയാഴ്ച ദിവസം ജുമയുടെ സമയത്ത് അഫലാ യൻദുറൂന ഇലൽ ജിബാലി കൈഫ ഹുലികത് വഹിദസ് സമാഹി കൈഫ റുഫിഅത് വഇദൽ ജിബാലി കൈഫ നുസിബത് വഹിദൽ ഹർളി കൈഫ സുത്തിഹത്. എന്താണ് അതിൻ്റെ അർത്ഥം പോലും എനിക്കറിയുന്നില്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അറിയുന്നവർ ഓരോരുത്തരും പലതും പറയുമ്പോൾ അതിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഈ ഭൂമിയിൽ തെറ്റ് ചെയ്യാതെ ജീവിച്ചാൽ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ നിന്ന് മലക്കുകൾ ഇറങ്ങി വരുമെന്ന് പോലീസാക്കപ്പെട്ട റമളാൻ മാസത്തിൽ വിനീതൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത വിനീതൻ്റെ ഓരോ വാക്കുകളും നിങ്ങൾ വിലവെച്ചോളയും. ഇനി ഈ വീഡിയോ ഒക്കെ ഇതൊക്കെ കണ്ട ആൾക്കാർ വരാ ചെക്കനക്ക് ഭ്രാന്താണ്. സത്യമാണ്, ഭ്രാന്താണ്. കാരണം അള്ളാഹിനെ ഭയപ്പെടുന്നവർക്ക് സ്വയം ഭ്രാന്താവും. ഭ്രാന്ത് തന്നെ പല തരത്തിലുണ്ട്. അള്ളാഹിനെ ഭയപ്പെട്ടിട്ട് ഭ്രാന്തുണ്ട്. ഓരോ മനുഷ്യന് പല രൂപത്തിലും ഭ്രാന്താവും. എല്ലാവരും മനുഷ്യൻ ഭൂമിയിൽ ഭ്രാന്തെന്ന് പറയുന്നിട്ടാണ്. മനുഷ്യനെ ഭ്രാന്തെന്ന് പറയുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം കൂടുതൽ പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.